ശരി, രാജു പി നായർ, ഇപ്പോൾ വി വസീഫ് ഇത് പറയാനുള്ള കാരണം, ആ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, അത് പുറത്തു വരാനുള്ള കാരണം എന്താണ്? ഇന്നലെ UDF കൺവെൻഷൻ ഞാൻ ഉണ്ടായിരുന്നു, താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. PV Anwar എന്നുള്ള ഒരൊറ്റ വാക്ക് പോലും ആ കൺവെൻഷൻ പങ്കെടുത്ത് ആരും പറഞ്ഞില്ല. KC വേണുഗോപാൽ പ്രസംഗം തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന എടുത്തിട്ടു. ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ചത്, നമ്മൾ അത് ഒരുപാട് ചർച്ച ചെയ്താണ് ഇവിടെ. ഒരുപാട് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി അതിൻ്റെ തിരുത്ത് ഉണ്ടെന്ന് പറയുകയും ഈ പറയുന്ന പത്രം തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും അപ്പോഴും ഈ PR ഏജൻസിക്കെതിരെ ഒരു കേസെടുക്കാത്ത എന്താണ് എന്നൊരു ചോദ്യം ഇപ്പോഴൊക്കെ നിൽക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ചർച്ച ചെയ്ത് ഒഴിവാക്കിയ ഒരു വിഷയത്തെ പിന്നെയും എടുത്ത് ആ ഇലക്ഷൻ്റെ മുഖത്ത് വെക്കുക വഴി ഇപ്പോൾ വി വസീഫ് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാവും. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണത്. രാജു പി നായർ, അല്ല, ഏത് ചർച്ചയും ഞങ്ങൾ സ്വാഗതം ചെയ്യാറുള്ളൂ. ഇപ്പം എന്തായാലും ഇവിടെ ബഹുമാനായ CPM-ൻ്റെ പ്രതിനിധി ഞങ്ങൾക്ക് SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒന്നും പിന്തുണ ഏതാണ്ട് മഴവിൽ സഖ്യം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടായി. ഈ TM സിദ്ദിഖ് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആണോ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണോ? ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TM സിദ്ദിഖ് അദ്ദേഹമല്ലേ SDPയുടെയും സുഡാപ്പികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് പ്രസംഗിച്ച വീഡിയോ വന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല. എന്താ ഇത്ര വലിയ മറവി? അപ്പൊ ആർക്കാണ് SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യമുള്ളത്? നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമല്ലേ പ്രസിഡന്റ്? അല്ല, ഞാൻ സംസാരിച്ചേട്ടെ, അങ്ങ് പറഞ്ഞല്ലോ. ഞാൻ ഞാൻ പറഞ്ഞോട്ടെ. ശരി, ഇപ്പൊ ഇന്നാണ് PDP പിന്തുണ ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് വാർത്ത ഇന്നും വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ആർക്കാണ്, ആരുടെ പിന്തുണയാണ് വേണ്ടത് എന്നുള്ളത് ഇപ്പോൾ വലതുപക്ഷ നിരീക്ഷകനായിട്ട് പലപ്പോഴും നമ്മുടെ ചാനലുകളൊക്കെ ചർച്ചയിൽ വരുന്ന ഒരു വ്യക്തി ഇന്ന് ഇവിടെ സ്വരാജ് ജയിക്കും, സ്വരാജ് മന്ത്രിയാകും എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇല്ലേ? BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെ വേണ്ട എന്നുള്ളതായിരുന്നല്ലോ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട്. ആ കച്ചവടം അവസാനം പൊളിഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ രൂക്ഷമായ വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നപ്പോഴാണ് എവിടെയോ ഒരാൾ, മെമ്പർ പോലും അല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം മെമ്പർഷിപ്പ് കൊടുത്ത് BJPക്കാരനാക്കിയത്. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന വർഗീയ ശക്തികളുമായിട്ടെല്ലാം കൂട്ടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നത് CPM ആണെന്നുള്ളത്. ഇനിയിപ്പോൾ വർഗീയ കക്ഷികളുടെ പിന്തുണ പോരാഞ്ഞത് കൂടാഞ്ഞിട്ട് ഇനി വടകരയിലെ പോലെ കാഫിർ പ്രയോഗം നടത്താൻ പോകുന്ന സമയം അതേതാണ് എന്നുകൂടി നമ്മളിനി നോക്കിയിരുന്നാൽ മതി. ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കാഫിർ പ്രയോഗം. ആ പാനൂർ ബ്ലോക്ക് സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക്, ദിൽജിത്തോ അങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, അതിനപ്പുറത്തേക്ക് ആ അന്വേഷണം ഇതുവരെ പോയിട്ടില്ല. അത് RSSനെ പോലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ തലയിൽ കെട്ടിവെച്ച് വർഗീയവാദിയും ദേശദ്രോഹിയുമാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ പാർട്ടിയുടെ പേരാണ് CPM. മറക്കരുത്. പിന്നെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ചതിയെക്കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രി ചതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ നാടിനോട് നടത്തിയ ചതി ഞങ്ങൾ ഓർമ്മിക്കാതെ പോകാൻ പറ്റുമോ? നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ ചില നേതാക്കന്മാർ വന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാൻ വേണ്ടി ചില പ്രസ്താവനകൾ നടത്തും. ആ പ്രസ്താവനയെ നമുക്ക് ഖണ്ഡിച്ചല്ലേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞ ചതി, മുഖ്യമന്ത്രി പറഞ്ഞ ചതി എന്താണ് നിങ്ങൾക്കറിയാം? മുഖ്യമന്ത്രി പറഞ്ഞ ചതി 9 വർഷം, നേരത്തെ വസീഫ് തന്നെ പറഞ്ഞു, 9 വർഷം അവർക്കൊപ്പം നിന്നിരുന്ന ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ ആവർത്തി ജയിച്ചു വന്ന ഒരാൾ ഇടയ്ക്ക് ഒരു സമയത്ത് രാജിവെച്ച് അവർക്കെതിരെ നിൽക്കുമ്പോൾ അത് സ്വാഭാവിക രാഷ്ട്രീയമായ ചതി എന്ന് പറയില്ലേ പിണറായി? അത് പറയണ്ടേ പിണറായി? രാജു പി നായർ, അല്ല, ആ ചതി എന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഞങ്ങൾ ഖണ്ഡിക്കുന്നത്. ഇദ്ദേഹം ഉദ്ദേശിച്ച ചതി ഉണ്ടല്ലോ, ആ ചതി ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയ സാഹചര്യം എന്താ? മലപ്പുറത്തെ ഒരു ഭീകര സ്ഥലമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. മലപ്പുറത്തെ ചെറുപ്പക്കാരെ അന്യായമായി കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. മലപ്പുറത്ത് പോലീസിൻ്റെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനമുണ്ട് എന്നുള്ളതാണല്ലോ ആ ചതി ഉണ്ടാവാനുള്ള രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഞങ്ങൾ വിപുലപ്പെടുത്തുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ വിപുലപ്പെടുത്തുമ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയോട് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന നെറികേട്, നന്ദികേട്, ചതി എന്താണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ഹിന്ദു ദിനപത്രത്തിൽ ചർച്ച ചെയ്ത് അവസാനം ഉണ്ടാവണമെങ്കിൽ അതിനൊരു ലോജിക്കൽ എൻഡ് വേണം, ക്ലോഷർ വേണം. വേണ്ടേ? ലോജിക്കൽ എൻഡും ക്ലോഷറും എന്താ? സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഇട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഒരു ജില്ലയ്ക്കകത്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമുണ്ടെന്നും കള്ളക്കടത്തും കള്ളപ്പണവും ദേശവിരുദ്ധ പ്രവർത്തനത്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻ കോട്ട് ഒരു PR ഏജൻസി ഒരു ന്യൂസ് പ്ലാന്റ് ചെയ്തു എന്നുള്ളതാണ്.
അതിൻ്റെ ലോജിക്കൽ എൻഡ് ഉണ്ടാവണമെങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദത്തെ ദുരുപയോഗം ചെയ്ത ഈ നാട്ടിനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ഗൂഢാചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം. ആ നിയമ നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ ആ ചെയ്തത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. നമ്മൾ ഇനിയും വലിയ ഇതിലേക്ക് പോകില്ല. ദേവകുമാറിൻ്റെ മകനായിരുന്നല്ലോ അവിടുത്തെ PR ഏജൻസിയുടെ ഭാഗമായിട്ട് ഇരുന്നത്. അതെങ്ങനെയാണ് കേസൻ വന്നത് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ചർച്ച ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ആഷ്മി പറഞ്ഞ പോലെ ഒരു പ്രശ്നം തീർക്കണം എന്നുണ്ടെങ്കിൽ ലോജിക്കൽ എൻഡ് ഉണ്ടാവണം. ആ ലോജിക്കൽ എൻഡ് ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി. ഒരു നാടിനെ സ്വന്തം ഭരണത്തിൻ്റെ കീഴിലുള്ള സംസ്ഥാനത്തിൻ്റെ ഒരു നാടിനെ ഒരു ഭീകരവാദ സമീപനത്തേക്ക് ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയതിൻ്റെ ശ്രമം അദ്ദേഹം. പിന്നെ മലപ്പുറം മാത്രമല്ലല്ലോ, ഈരാറ്റുപേട്ടയിലൊരു സംഭവം ഉണ്ടായില്ലേ? ഈരാറ്റുപേട്ടയിലൊരു സംഭവം ഉണ്ടായപ്പോൾ അതിന് ഉൾപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? അവർ കാണിച്ചത് തെണ്ടിത്തരമാണ് എന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രമാണ് അതിനകത്ത് പ്രതികൾ എന്ന് പറഞ്ഞു. BJPയുടെയും RSSന്റെയും നേതാക്കന്മാരുടെ ആഭ്യന്തരമന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നല്ലാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് ഒരു ക്രിമിനൽ സംഭവത്തിന് ഉൾപ്പെട്ടവരുടെ മതം തിരഞ്ഞാക്രമിക്കുന്നത് ഹാഷ്മി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ വാക്കിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് ഉപയോഗിച്ചത് എന്തിനാ? അപ്പം കേരളത്തിൽ അവർക്ക് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള പിന്തുണ നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അവലോകനം നടത്തിയത് ഉൾപ്പെടെയതാണ്. ഭൂരിപക്ഷ സമുദായത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ചോർന്നു പോകുന്നു എന്നുൾപ്പെടെയുള്ള പ്രശ്നം നിൽക്കുമ്പോൾ പണ്ട് ഹിന്ദു മുന്നണി തിരുവനന്തപുരത്ത് ഒരു ശക്തിയായി ഉയർന്നു വന്നപ്പോൾ മുസ്ലിം ലീഗിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി അവിടെ ഒരു എന്താ പറയുക ഒരു ഹിന്ദു സമീപനം എടുക്കാൻ വേണ്ടി കാണിച്ച രാഷ്ട്രീയ ചരിത്രം മലപ്പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും കാണിക്കുമ്പോൾ കേരളത്തിന്റെ മതേതര മനസ്സ് ഒറ്റിക്കൊടുക്കപ്പെടുന്നു. അത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചതിയാണെന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാതെ പറ്റുമോ? ജനങ്ങളെ ഓർമ്മിപ്പിക്കും. BJPയുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഉന്നയിക്കും.